നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാലവർഷത്തിൽ ജില്ലയിൽ ഇതുവരെ 148 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചതായി ജില്ലാ ഭരണകൂടം. 138 വീടുകൾ ഭാഗികമായും 10 വീടുകൾ പൂർണ്ണമായും തകർന്നു. കനത്ത മഴയിൽ ജില്ലയിൽ 5.48 കോടി രൂപയുടെ കൃഷിനാശം. 14 ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു. മലയോരത്ത് നിന്ന് കർഷകരെ ആട്ടിയിറക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ വനം വകുപ്പ് നടത്തുന്നതെന്ന് യൂത്ത് ഫ്രണ്ട് ജേക്കബ് സംസ്ഥാന പ്രസിഡന്റ് സാജൻ ജോസഫ്. LDF സർക്കാരിന്റെയും വനം വകുപ്പിന്റെയും കർഷകദ്രോഹ നടപടികൾക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കും. ഇടുക്കി ജില്ലയെ പരിപൂർണമായി അവഗണിക്കുന്ന സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരെന്ന് DCC വൈസ് പ്രസിഡന്റ് KS അരുൺകുമാർ. കോൺക്രീറ്റ് പാലം പൊളിച്ച ശേഷം സാങ്കേതിക തടസ്സങ്ങളാൽ പുതിയ പാലം പണി മുടങ്ങിയതോടെ നാട്ടുകാർ സ്ഥാപിച്ച നടപ്പാലം കാലവർഷത്തിൽ ഒലിച്ചുപോയി. ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയത് കാഞ്ചിയാർ കക്കാട്ടുകട തൊവരയാർ റൂട്ടിലെ കുഴിയോടിപ്പടിപ്പാലം. ഇതോടെ 100ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. തകർത്തു പെയ്യുന്ന മഴയ്ക്കൊപ്പം കാട്ടുമൃഗങ്ങൾ കാടിറങ്ങുക കൂടി ചെയ്യുന്നതോടെ ആളുകളുടെ ജീവിതം കൂടുതൽ ദുസ്സഹം. മൂന്നാർ നല്ലതള്ളി ITDയിൽ പകൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. അടിമാലി വാളറയിൽ ജനവാസ മേഖലയിൽ കാട്ടാനി ഇറങ്ങി കൃഷിനാശം വരുത്തി. വിശദമായ വാർത്തകൾ. കാലവർഷത്തിൽ ജില്ലയിൽ ഇതുവരെ 148 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചതായി ജില്ലാ ഭരണകൂടം. ഇതിൽ 138 വീടുകൾ ഭാഗികമായും 10 വീടുകൾ പൂർണ്ണമായും തകർന്നു. കനത്ത മഴയിൽ ജില്ലയിൽ ഏകദേശം 5.48 കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് പ്രാഥമിക കണക്കുകൾ. കൂടാതെ 14 ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു. ഏറ്റവും കൂടുതൽ വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായത് ഇടുക്കി താലൂക്കിലാണ്. ഇടുക്കിയിൽ 55 വീടുകളാണ് തകർന്നത്. ഇതിൽ 52 വീടുകൾ ഭാഗികമായും 3 വീടുകൾ പൂർണ്ണമായും തകർന്നു. തൊടുപുഴ താലൂക്കിൽ 29 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. ദേവികുളം താലൂക്കിൽ നാശനഷ്ടമുണ്ടായത് 28 വീടുകൾക്കാണ്. ഉടുമ്പൻചോലയിൽ 25 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. ജില്ലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 14 വീടുകളാണ് കനത്ത മഴയിൽ തകർന്നത്. കനത്ത മഴയിൽ ജില്ലയിൽ ഏകദേശം 5.48 കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് പ്രാഥമിക കണക്കുകൾ. 350.8 ഹെക്ടറിലായി 3218 കർഷകരുടെ കാർഷിക വിളകളും നശിച്ചു. കനത്ത മഴയെ തുടർന്ന് ജില്ലയിൽ ഇതുവരെ 14 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ഇടുക്കി താലൂക്കിൽ 7 ക്യാമ്പുകളും ദേവികുളം താലൂക്കിൽ 5 ക്യാമ്പുകളും ഉടുമ്പൻചോല താലൂക്കിൽ 2 ക്യാമ്പുകളുമാണ് തുറന്നിട്ടുള്ളത്. ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. 2344.22 അടിയാണ് ഇടുക്കി ഡാമിലെ ജലനിരപ്പ്. മുല്ലപ്പെരിയാറിൽ 130.05 അടിയാണ് ജലനിരപ്പ്. പ്രതീക്ഷിച്ചതിലും നേരത്തെ എത്തിയ കാലവർഷം ജില്ലയിൽ പരക്കെ കാർഷിക മേഖലയ്ക്ക് നഷ്ടം വരുത്തിയിട്ടുണ്ട്. വാഴ കർഷകർക്കാണ് കനത്ത കാറ്റും മഴയും അധികവും നാശം വരുത്തിയത്. കാലവർഷം എത്തും മുമ്പ് വിളവെടുപ്പ് നടത്താൻ ലക്ഷ്യമിട്ടിരുന്ന പല കർഷകർക്കും നേരത്തെ എത്തിയ മഴ വിനയായി. മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റാണ് ഏത്തവാഴ കൃഷിയെ പ്രതികൂലമായി ബാധിച്ചത്. കഴിഞ്ഞ ഏതാനും ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയിൽ ജില്ലയിൽ കർഷകർക്ക് വലിയ തോതിൽ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. തന്നാണ്ട് വിളകളാണ് അധികവും നശിച്ചത്. വാഴ കർഷകർക്കാണ് അധികവും നഷ്ടമുണ്ടായിട്ടുള്ളത്. ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിൽ വാഴകൃഷി വലിയ തോതിൽ നശിച്ചു. കാലവർഷം എത്തും മുമ്പ് വിളവെടുപ്പ് നടത്താൻ ലക്ഷ്യമിട്ടിരുന്ന പല കർഷകർക്കും നേരത്തെ എത്തിയ മഴ വില്ലനായി. ജൂൺ മാസത്തിലെ മഴ എത്തുമെന്ന പ്രതീക്ഷയായിരുന്നു കർഷകർക്കുണ്ടായിരുന്നത്. എന്നാൽ നേരത്തെ എത്തിയ കാലവർഷം പ്രതീക്ഷകൾ തെറ്റിച്ചതായി കർഷകർ പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് ഇത് ഒരു 20 ദിവസം അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ഞങ്ങളിത് കുറേ അധികം വെട്ടി മാറുന്ന വിറ്റ് പോകാവുന്ന കൊലകളാണ്. വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏത്തവാഴയുടെ കൃഷിക്കാർ, ഏത്തവാഴ കർഷകർ ഇവിടെ അടിമാലി മേഖലയിൽ ഇടുക്കി ജില്ലയിൽ മൊത്തത്തിൽ ദുരിതത്തിലേക്കാണ് വന്നേക്കുന്നത്. 40 രൂപ 48 രൂപ ഉണ്ടായിരുന്നത് ഈ കഴിഞ്ഞ ആഴ്ച 38 രൂപ. നാളെ അത് 25 രൂപയിലേക്ക് വരും. കാരണം ഇത് എടുക്കാൻ കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം എല്ലാം കാറ്റ് പിടിച്ച് ഒടിച്ച് നാശമാക്കിയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. അത് ദുരിതത്തിലാണ് ഏത്തവാഴ കർഷകർ. മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റാണ് ഏത്തവാഴ കൃഷിയെ പ്രതികൂലമായി ബാധിച്ചത്. ഒടിഞ്ഞു വീണ ഏത്തവാഴകളിൽ നിന്നും മൂപ്പത്താത്ത വാഴക്കുലകൾ വെട്ടി വിപണിയിലെത്തിച്ച് ഉണ്ടായ നഷ്ടത്തിന്റെ ആഘാതം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് കർഷകർ. ഏത്തക്കായ്ക്ക് വിലയിടിയുന്ന സ്ഥിതിയുമുണ്ട്. വിളവെടുപ്പിന് ഭാഗമായ ഏത്തക്കുലയൊന്നിന് ശരാശരി 300 രൂപയ്ക്കടുത്ത് കർഷകർക്ക് ഉൽപാദന ചിലവ് വരുന്നുണ്ട്. കർഷകർ പലരും വായ്പയെടുത്ത പാട്ടവ്യവസ്ഥയിലാണ് ഏത്തവാഴ കൃഷി ഇറക്കിയിരുന്നത്. ഉണ്ടായ നഷ്ടത്തിന് അർഹമായ ധനസഹായം ഏത്തവാഴ കർഷകർക്ക് ലഭിച്ചില്ലെങ്കിൽ വലിയ കടക്കണിയിലേക്ക് നീങ്ങുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും കർഷകർ പറയുന്നു. മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റാണ് ഏത്തവാഴ കൃഷിയെ പ്രതികൂലമായി ബാധിച്ചത്. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ അയ്യപ്പൻകോവിൽ വില്ലേജ് പടി കല്ലുപ്പറമ്പിൽ ജോബിന്റെ വീടിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. ഇതോടെ കുടുംബത്തെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി.
കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് അയ്യപ്പൻകോവിൽ വില്ലേജ് പടി സ്വദേശിയായ കല്ലുപറമ്പിൽ ജോബിന്റെ വീടിനോട് ചേർന്നുള്ള പടുകൂറ്റൻ മൺതിട്ട ഇടിഞ്ഞു വീണത്. ഈ സമയം ജോബിനും ഭാര്യയും ഉൾപ്പെടെ വീട്ടിലുണ്ടായിരുന്നു. വലിയ ശബ്ദത്തോടെയാണ് മൺഭിത്തി ഇടിഞ്ഞു വീണത്. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് ഇവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. പുതിയ പേരുടെ പുറകിലും മണ്ണിടിച്ചിട്ടുണ്ടായിട്ടുണ്ട്. അതേ തുടർന്ന് അവിടെയും ഇപ്പം ഭീഷണി ആയതുകൊണ്ട് കിടക്കാനോ ഞങ്ങളിപ്പം യു പി സ്കൂളിലോട്ട് ഇതായിട്ട് അടിഞ്ഞിലോട്ട് മാറ്റിയേക്കുവാണ്. തിരിച്ച് ഞങ്ങളിപ്പോൾ വന്നാലും ഞങ്ങൾക്ക് അവിടെ വാസസൗകര്യമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അപ്പം ഇത് മൊത്തം മാറാതെ ഷെഡിനകത്ത് മൊത്തം ചെളിയാണ് നിലവിൽ. അപ്പോൾ ചെളി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് അവിടെ കയറി ഇപ്പോൾ ഒരു മാസം വരെ ഞങ്ങൾക്ക് അതിനകത്ത് കയറാൻ പറ്റത്തില്ല. അതിനുള്ള സാമ്പത്തിക സൗകര്യമൊന്നും ഇല്ല. പുതിയ വീടിന്റെ ജോലികൾ നടക്കുന്നതിനാൽ ഇതിനോട് ചേർന്ന് ഷെഡ് കെട്ടിയാണ് ജോബിനും കുടുംബവും കഴിഞ്ഞിരുന്നത്. ഇവിടെ മണ്ണിടിഞ്ഞതോടെ ഇവർ നിർമ്മാണം നടക്കുന്ന വീട്ടിലേക്ക് മാറി. ഇവിടെയാണ് നിലവിൽ മൺതിട്ട ഇടിഞ്ഞു വീണത്. വീടിന് പിറകിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് എങ്ങനെ നീക്കം ചെയ്യുമെന്ന ആശങ്കയിലാണ് ജോബിനും കുടുംബവും. മലയോരത്ത് നിന്ന് കർഷകരെ ആട്ടിയിറക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പ് നടത്തുന്നതെന്ന് യൂത്ത് ഫ്രണ്ട് ജേക്കബ് സംസ്ഥാന പ്രസിഡന്റ് സാജൻ ജോസഫ്. LDF സർക്കാരിന്റെയും വനംവകുപ്പിന്റെയും കർഷകദ്രോഹ നടപടികൾക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കും. വണ്ണപ്പുറം മേഖലയിൽ 60 വർഷത്തിലേറെയായി കർഷകരുടെ കൈവശമുള്ള ഭൂമിയിലാണ് വനംവകുപ്പ് അവകാശവാദം ഉന്നയിക്കുന്നത്. മലയോര ജനതയുടെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകും വരെ കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുമെന്നും സാജൻ ജോസഫ് കട്ടപ്പനയിൽ പറഞ്ഞു. 60 വർഷമായിട്ട് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ ഒരു മരം വെട്ടണമെങ്കിൽ അവിടുത്തെ വനം വകുപ്പിന്റെ ഓഫീസിൽ പോയി അപേക്ഷ കൊടുക്കുകയും ആ ഉദ്യോഗസ്ഥന് കൈക്കൂലി കൊടുക്കുകയും ചെയ്യേണ്ട അവസ്ഥ എത്രമാത്രം വേദനാജനകമാണ് ആ കർഷകർ അനുഭവിക്കുന്നത്. അതുമാത്രമോ ഈ ഒരു അവസരത്തിലും വനത്തിൽ നിന്ന് വന്യമൃഗങ്ങളുടെ വലിയ ആക്രമണങ്ങളാണ് ഇന്ന് ഈ മലയോര ജനത നേരിടുന്നത്. കർഷകർ യഥാർത്ഥത്തിൽ രാജ്യരക്ഷകരായി ആദരിക്കപ്പെടേണ്ട കർഷകർ ഇന്ന് ഓടിച്ച്, അതായത് മലയോരത്തുനിന്നും കൃഷിയിടങ്ങളിലും ആട്ടിയിറക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ വനത്തിന്റെ കസ്റ്റോഡിയൻ ആരാണ്? വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ്. ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ്. വനത്തിൽ നിന്ന് ഒരു വന്യമൃഗം പുറത്തു വന്നു കഴിഞ്ഞാൽ അതിന്റെ ചുമതല, അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇന്നെന്താ സംഭവിക്കുന്നത്? ഇരകളെ പ്രതികളാക്കിയാണ്. അതായത് നമ്മുടെ ഒരു കർഷകന് സന്തോഷത്തോടും ആത്മാഭിമാനത്തോടും കൂടി ആ തന്റെ കാർഷിക വൃത്തി നിർവഹിക്കുവാൻ സാധിക്കാത്ത ഏറ്റവും വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. ഇതിന് ഗവൺമെന്റ് പരിഹാരം കണ്ടേ തീരുള്ളൂ. ഇത് അവര് എന്താ ഉദ്ദേശിച്ചത്? ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന ഇതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളില്ലല്ലോ. മലയോര ജനത ഇന്ന് ചിന്നിക്കേറി കിടക്കുകയാണ്. അതാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രസക്തി അവിടെയാണ്. കേരള കോൺഗ്രസ് പാർട്ടി എന്നും നിലനിന്നിട്ടുള്ളത് മലയോര ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയിൽ ആവുന്ന രീതിയിൽ കേരള കോൺഗ്രസ് പാർട്ടി ഈ മലയോര ജനതയുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി എന്നും മുന്നിൽ കാണും. ഇതിനുവേണ്ടി ഇന്ന് മുതൽ അതിനുവേണ്ടി രംഗത്തിറങ്ങിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇടുക്കി ജില്ലയെ പരിപൂർണമായി അവഗണിക്കുന്ന സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരെന്ന് DCC വൈസ് പ്രസിഡന്റ് KS അരുൺ. കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം 90,000 കോടി രൂപയുടെ വികസനം നടത്തിയെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ പറഞ്ഞത്. 90,000 കോടി രൂപ 14 ജില്ലകളിലായി ഭാഗിച്ചാൽ ഒരു ജില്ലയിൽ 6,429 കോടി രൂപയുടെ വികസന പദ്ധതികൾ പൂർത്തീകരിക്കണം. അത് ഇടുക്കി ജില്ലയിൽ സാധ്യമാക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും KS അരുൺ ആവശ്യപ്പെട്ടു. അതൊക്കെ സാധ്യമാകും നടക്കുന്നത് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നിലാണ്. അപ്പൊ ആയിരക്കണക്കിന് കോടി രൂപകൾ ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ അതിനൊത്ത രീതിയിൽ അല്ലെങ്കിൽ ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പദ്ധതികൾ നടപ്പിലാക്കുവാൻ ഈ സംസ്ഥാന ഗവൺമെന്റിന് സാധ്യമായോ? ഇവിടെ പറയപ്പെടുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് നൽകുവാനുള്ള പണത്തിനപ്പുറത്തേക്കുള്ള പണം ഇടുക്കി ജില്ലയിൽ ഈ ഗവൺമെന്റ് നൽകണം എന്നുള്ളതാണ് സത്യം. ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത്. ഇവിടെ 90,000 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിച്ചു എന്ന് ഇവിടെ ഗവൺമെന്റ് പറയുമ്പോൾ, സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ 22ാമത്തെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. 1957 മുതൽ 2016 വരെ 21ഓളം മുഖ്യമന്ത്രിമാർ മാറി മാറി വന്നപ്പോൾ കേരളത്തിന്റെ കടം എന്ന് പറയുന്നത് 60 വർഷത്തിൽ 1.75 ലക്ഷം കോടി രൂപയാണ്. എന്നാൽ ഈ 9 വർഷം കൊണ്ട് പിണറായി ഗവൺമെന്റ് 9 വർഷം കൊണ്ട് വരുത്തി വെച്ചിരിക്കുന്ന കടം എന്ന് പറയുന്നത് 2.55 ലക്ഷം കോടി രൂപയാണ്. 60 വർഷം കൊണ്ട് 1.75 ലക്ഷം കോടി നിൽക്കുമ്പോൾ 9 വർഷം കൊണ്ട് 2.55 ലക്ഷം കോടി രൂപയുടെ കടമാണ് ഈ ഗവൺമെന്റ് വരുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള
2.55 ലക്ഷം കോടി രൂപ ഇവിടെ കടം വരുത്തി വച്ചിരിക്കുമ്പോൾ അത്തരത്തിലുള്ള വികസന പദ്ധതികൾ കൊണ്ടുവരുവാനോ പൂർത്തീകരിക്കുവാനോ ഈ സംസ്ഥാന ഗവൺമെന്റിന്, പിണറായി ഗവൺമെന്റിന് സാധ്യമായോ എന്ന് വിശകലനം ചെയ്യുകയും കൂടി ചെയ്യണം. തകർത്ത് പെയ്യുന്ന മഴയ്ക്കൊപ്പം കാട്ടുമൃഗങ്ങൾ കാടിറങ്ങുക കൂടി ചെയ്യുന്നതോടെ ആളുകളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകുന്നു. മൂന്നാർ നല്ലതണ്ണി ITDയിൽ പകൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. അടിമാലി വാളറയിൽ ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങി കൃഷിനാശവും വരുത്തി. മഴ പെയ്ത് വനത്തിൽ തീറ്റയും വെള്ളവും ലഭിക്കുന്നതോടെ വന്യജീവി ശല്യം കുറയുമെന്നായിരുന്നു ആളുകളുടെ പ്രതീക്ഷ. പക്ഷേ മഴക്കാലമെത്തിയിട്ടും കാട്ടുമൃഗങ്ങൾ കാട് കയറാൻ തയ്യാറായിട്ടില്ല. മൂന്നാർ നല്ലതണ്ണി ITDയിൽ പകൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. അടിമാലി വാളറയിൽ ജനവാസ മേഖലയിൽ കാട്ടാനയും ഇറങ്ങി. വാളറ സ്വദേശി റൈജുവിന്റെ വീട്ടുമുറ്റം വരെ എത്തിയ ഒറ്റക്കൊമ്പനെന്ന് വിളിപ്പേരുള്ള കാട്ടാന കൃഷിനാശം വരുത്തി. വാഴയും കപ്പയും നശിപ്പിച്ചു. തകർത്ത് പെയ്യുന്ന മഴയ്ക്കൊപ്പം കാട്ടുമൃഗങ്ങൾ കാടിറങ്ങുക കൂടി ചെയ്യുന്നതോടെ ആളുകളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകുന്ന സ്ഥിതിയുണ്ട്. മൂന്നാർ ഹൈറേഞ്ച് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ മൂന്നാറിൽ പ്രതിഷേധം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡിൽ വാഴ നട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു. മഴക്കാലം ആരംഭിച്ചതോടെ ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് കൂടുതൽ ശോചനീയാവസ്ഥയിലായി. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. മൂന്നാർ മേഖലയിലെ ആളുകൾ ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഹൈറേഞ്ച് ആശുപത്രി. മൂന്നാർ നല്ലതണ്ണി പാലം ജംഗ്ഷൻ മുതൽ ആശുപത്രി വരെയുള്ള ഭാഗത്താണ് റോഡ് തകർന്നു കിടക്കുന്നത്. റോഡിൽ നിരവധി ഇടങ്ങളിൽ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട്. തകർന്നു കിടക്കുന്ന ഈ റോഡ് രോഗികളെ വലയ്ക്കുകയാണ്. ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകളടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. മഴക്കാലം ആരംഭിച്ചതോടെ ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് കൂടുതൽ ശോചനീയാവസ്ഥയിലായി. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. GH ரோடுங்குது, மறையூர், காந்தலூர், வட்டவடை போன்ற பயிர் உள்ள ஆளுகள் எல்லாம் இந்த பயிரில் நோய்விட்டால கொண்டு போவாங்க. அப்படிப்பட்ட ரோடை சரி செய்யாம ப்ளோக் பஞ்சாயத்து மெம்பர் போனி ஃபண்டு வச்சுட்டும் அந்த ஃபண்டை நடைமுறைப்படுத்தப்படல MLA. காரணம் நான் ஃபண்டு வச்சிருக்கேன், நான் செய்ய போறேன்னு சொல்லிட்டு நடைமுறைப்படுத்தல. பொதுமக்களுக்கு பெரிய பாதிப்பு. இதனால அங்க காந்தலூர், அதுக்கடுத்து மாட்டுப்பட்டி பகுதியில் உள்ள எல்லா மேഖലയും இந்த ஆஸ்பத்திரி தான் வரணும், நோயாளிகளை வரணும். ஆக நோயாளிகளை அவங்களுக்கு வரும்போது ஆம்புலன்ஸ் போகும்போது ஆம்புலன்ஸ் தடையாது. அதுபோல ஒரு ஆக்சிடென்ட் ஆகி கொண்டு வரும்போது குறிப்பிட்ட நேரத்தில் போக முடியல. இப்படி எண்ணற்ற இடங்கள் இருக்கக்கூடிய இந்த ரோடு உடனடியாக சரி செய்யப்படணும் தான் மண்டல காங்கிரஸ் கட்சி அவசியப்படுது. ஆகவே இந்த போராட்டத்தில் சூதனமான போராட்டம் உடனடியாக MLA தகுந்தபடி நடவடிக்கை எடுத்து இந்த ரோடு சரி செய்யணும். இல்லைன்னா ബ്ലോക്ക് പഞ്ചായത്ത് കൊടുക്കണം. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഫണ്ട് അനുവദിച്ചിട്ടാണ്. തകർന്നു കിടക്കുന്ന റോഡിലൂടെ ഇരുചക്ര വാഹന യാത്രികരും മറ്റ് ചെറുവാഹനങ്ങളും ഏറെ പ്രയാസം അനുഭവപ്പെട്ടാണ് കടന്നു പോകുന്നത്. ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളുമുണ്ട്. മൂന്നാറിലേക്ക് എത്തുന്ന വിദേശ വിനോദസഞ്ചാരികളടക്കം ചികിത്സയ്ക്ക് ഹൈറേഞ്ച് ആശുപത്രിയിൽ എത്താറുണ്ട്. ഇവരൊക്കെയും തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെ സഞ്ചരിക്കണം. ഇനിയും കാലതാമസം വരുത്താതെ റോഡിന്റെ നവീകരണ ജോലികൾ നടത്തണമെന്നാണ് ആവശ്യം. കേരള കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് ജോണി പൂമറ്റത്തിന്റെ 10ാമത് ചരമവാർഷികവും സ്മരണിക പ്രകാശനവും കട്ടപ്പന വെള്ളയാങ്കുടിയിൽ നടന്നു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. ജോണിയെ പറ്റി ഓർക്കുമ്പോൾ അത്ര ഊഷ്മളമായ ബന്ധമാണല്ലോ. എൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ സൗഹൃദങ്ങൾക്ക് ഒരു അന്ത്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ശ്രീ ജോണി. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇത്രയേറെ സുഹൃത്തുക്കളുള്ള ആളുകൾ വളരെ കുറവാണ്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ നർമ്മഭാഷം, അദ്ദേഹത്തിലൂടെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ എക്സ്പീരിയൻസ്. ഒരു മുഷിപ്പുമില്ലാതെ എത്ര ദിവസങ്ങൾ വേണമെങ്കിലും എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും യാത്ര ചെയ്യുന്നില്ല. അത് വളരെ നർമ്മമായി സംസാരിക്കുന്നതിന് ശ്രീ ജോണിക്ക് കഴിയുമായിരുന്നു. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ഇവിടെ പ്രൊഫസർ MJ ചൂണ്ടിക്കാണിച്ചതുപോലെ ശ്രീ രാജീവ് ഗാന്ധിയുടെ മരണമല്ലായിരുന്നെങ്കിൽ അദ്ദേഹം നിയമസഭാംഗമാകുമായിരുന്നു. അങ്ങനെയാണ് രാഷ്ട്രീയത്തിലെ നിമിത്തങ്ങളും ചില സംഭവങ്ങളുമൊക്കെ ഗതിയെ തന്നെ ചരിത്രത്തിനെ മാറ്റിമറിക്കും എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP സ്മരണിക പ്രകാശനം നിർവഹിച്ചു. KSC ജില്ലാ പ്രസിഡന്റ്, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ചെയർമാൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. കട്ടപ്പന ടൗണിന്റെ വികസനം, കമ്പത്തിനും നെടുങ്കണ്ടത്തിനുമുള്ള ബൈപ്പാസ് റോഡുകൾ, ആനവിലാസം വഴിയുള്ള കട്ടപ്പന കുമ്മളി റോഡ് തുടങ്ങിയവയൊക്കെ
PJ ജോസഫ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ജോണി പൂമറ്റം കൊണ്ടുവന്ന പദ്ധതികളാണ്. സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബ് അധ്യക്ഷനായിരുന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ, ഡീൻ കുര്യാക്കോസ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറനാക്കുന്നേൽ, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ VR സുജി, VR ശശി, ശ്രീനഗരി രാജൻ, അനിൽ കുവപ്ലാക്കൽ, KJ ബെന്നി, തോമസ് പെരുമന, തോമസ് മൈക്കിൾ, വർഗീസ് വെട്ടിയാങ്കൽ, സാജൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. CPI കട്ടപ്പന മണ്ഡല സമ്മേളനം ജൂൺ 1, 2 തീയതികളിൽ കാഞ്ചിയാർ പള്ളിക്കവലയിൽ VP കുട്ടപ്പൻ നായർ നഗറിൽ നടക്കും. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും റവന്യൂ വകുപ്പ് മുൻ മന്ത്രിയുമായിരുന്ന KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് മണ്ഡലം സെക്രട്ടറി VR ശശി പറഞ്ഞു. ജൂൺ മാസം 1 നാളെയും മറ്റന്നാളും ഞായറും തിങ്കളും ആയി കാഞ്ചിയാർ പള്ളിക്കവലയിലുള്ള SN ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. മണ്ഡലത്തിലെ 54 ബ്രാഞ്ച് സമ്മേളനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച് 6 ലോക്കൽ സമ്മേളനവും പൂർത്തീകരിച്ചുകൊണ്ട് 6 ലോക്കൽ സമ്മേളനത്തിൽ നിന്നും 1036 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 192 സമ്മേളന പ്രതികൾ പങ്കെടുക്കുന്ന ഒരു വലിയ സമ്മേളനമാണ് മണ്ഡല സമ്മേളനം. മണ്ഡല സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം മുൻ റവന്യൂ മന്ത്രി കൂടിയായിട്ടുള്ള AITUCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സർ KP രാജേന്ദ്രനാണ്. സർ KP രാജേന്ദ്രൻ രാവിലെ 11 മണിക്ക് മണ്ഡല സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം കാഞ്ചിയാർ പള്ളിക്കവലയിലുള്ള SN ഓഡിറ്റോറിയത്തിൽ വെച്ച് നാളെ ഉദ്ഘാടനം ചെയ്യും. സർ VP കുട്ടപ്പൻ നായരുടെ നാമകരണത്തിലുള്ള നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിൽ നാളെയും മറ്റന്നാളും 1, 2 തീയതികളിലായി നടക്കുന്ന സമ്മേളനം ഒരു വലിയ വിജയമാക്കുന്നതിനാവശ്യമായ എല്ലാ സംഘടനാ പ്രവർത്തനവും സംഘാടക സമിതി എന്ന നിലയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. വൈസ്മൻ ഇന്റർനാഷണൽ സോൺ 3 LRDയുടെ ഇൻസ്റ്റലേഷൻ ചടങ്ങ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈസ്മൻ ഇന്റർനാഷണൽ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് AS രാധാകൃഷ്ണൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സോൺ 3 ALRD പ്രോജക്റ്റായ പാർപ്പിടം പദ്ധതിയുടെ ആദ്യ പടിയെന്ന നിലയിലുള്ള പ്രഥമ വീടിന്റെ താക്കോൽദാനവും നടക്കും. അടിമാലി ക്ലബ് ഓഡിറ്റോറിയത്തിലാണ് വൈസ്മൻ ഇന്റർനാഷണൽ സോൺ 3 LRDയുടെ ഇൻസ്റ്റലേഷൻ ചടങ്ങ് ഒരുക്കിയിട്ടുള്ളത്. പ്രമുഖ സേവന പദ്ധതിയുടെ ആരംഭവും പുരസ്കാര രാത്രിയും സാംസ്കാരിക ആഘോഷങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കും. GOV എൽദോയാണ് സോണിന്റെ പുതിയ LRD. വൈസ്മൻ ഇന്റർനാഷണൽ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് AS രാധാകൃഷ്ണൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വരുന്ന മാസം ജൂൺ 1 തീയതി ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് മിഡ് വെസ്റ്റ് ഇന്ത്യ റീജിയൻ്റെ സോണുകളിലൊന്നായ സോൺ 3യുടെ ഇൻസ്റ്റലേഷൻ നടത്തപ്പെടുകയാണ്. വൈസ്മൻ ഇന്റർനാഷണൽ നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തെ ഏറ്റവും വലിയ സർവീസ് സംഘടനയാണ് വൈസ്മൻ ഇന്റർനാഷണൽ. അവകാശങ്ങളോടൊപ്പം കടമയും നിറവേറ്റുക എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു പറ്റം ആളുകളുടെ കൂട്ടായ്മയാണ് വൈസ്മൻ ഇന്റർനാഷണൽ. നമ്മുടെ അടിമാലിയിൽ നിന്നുള്ള വൈസ്മൻ GOV എൽദോ സോൺ 3യുടെ പുതിയ അമരത്തോട്ട് വരുന്ന ഈ ഇൻസ്റ്റലേഷൻ കർമ്മം വൈകിട്ട് 5 മണിക്ക് അടിമാലി ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയാണ്. സോൺ 3 LRD പ്രൊജക്റ്റായ പാർപ്പിടം പദ്ധതിയുടെ ആദ്യപടി എന്ന നിലയിലുള്ള പ്രഥമ വീടിന്റെ താക്കോൽദാനവും ചടങ്ങിന്റെ ഭാഗമായി നടക്കും. ഡീൻ കുര്യാക്കോസ് MP ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സോൺ 3യിൽ പെടുന്ന ക്ലബ്ബുകളും ജില്ലകളും ചേർന്ന് ഏകദേശം 3 കോടി രൂപ വില വരുന്ന വിവിധ സേവന പദ്ധതികൾ പ്രഖ്യാപിക്കും. ഗൃഹനിർമ്മാണം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സുസ്ഥിര വികസനം തുടങ്ങിയ മേഖലകളിലായിരിക്കും പദ്ധതി. വൈസ്മൻ ഇന്റർനാഷണലിന്റെ പ്രമുഖ നേതാക്കളും ഭാരവാഹികളും നൂറുകണക്കിന് അംഗങ്ങളും പങ്കാളികളും അനുഭാവികളും ചടങ്ങുകളുടെ ഭാഗമാകുമെന്നും ഹോസ്റ്റ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് പീറ്റർ, LRD GOV എൽദോ, സോൺ സെക്രട്ടറി എൽദോ P ഏലിയാസ്, ജോൺസൺ തോമസ്, ബേസിൽ P വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ 54ാമത് വാർഷിക പൊതുയോഗവും കുടുംബ സുരക്ഷാ നിധി വിതരണവും ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് കട്ടപ്പന കല്ലറയ്ക്കൽ റെസിഡൻസിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന നഗരത്തിന്റെ വ്യാപാര രംഗത്ത് സംഘടനാപരമായി ശക്തി പകർന്നു നൽകുന്ന കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ 54ാമത് വാർഷിക പൊതുയോഗവും കുടുംബ സുരക്ഷാ നിധി വിതരണവുമാണ് സംഘടിപ്പിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് കട്ടപ്പന കല്ലറയ്ക്കൽ റെസിഡൻസിയിൽ വെച്ച് നടക്കുന്ന പരിപാടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് അധ്യക്ഷത വഹിക്കും. കട്ടപ്പന മർച്ചന്റ്സ് അസോസിയേഷന്റെ 54ാമത് വാർഷിക പൊതുയോഗം നാളെ കല്ലറയ്ക്കൽ റെസിഡൻസിയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. 1300ഓളം മെമ്പർമാരുള്ള ഈ സംഘടനയിൽ 1000ഓളം മെമ്പർമാർ ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ സണ്ണി പയ്യമ്പള്ളി യോഗം ഉദ്ഘാടനം ചെയ്യുന്നതും വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ KR വിനോദ് യോഗത്തിൽ പങ്കെടുക്കുന്നതുമാണ്. യോഗത്തിൽ കുടുംബസുരക്ഷാ നിധി വിതരണം നടക്കും. കട്ടപ്പനയിൽ മരണപ്പെട്ട വ്യാപാരിയുടെ കുടുംബത്തിന് 6 ലക്ഷം രൂപയാണ് വിതരണം ചെയ്യുന്നത്. ഒപ്പം പദ്ധതിയിലേക്ക് കൂടുതൽ ആളുകൾക്ക് അംഗത്വം നൽകും. വ്യാപാരിയുടെയും കുടുംബത്തിന്റെയും ആവശ്യങ്ങൾ, സുരക്ഷ, ക്ഷേമം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. പദ്ധതി ജില്ലാ ചെയർമാൻ ഡെയ്സ് പുല്ലൻ വിശദീകരിക്കും. വ്യാപാരി മരണപ്പെട്ടാൽ, വ്യാപാരിക്ക് ഒരു ആപത്ത് വന്നാൽ, വ്യാപാരിക്ക് ഒരു രോഗം വന്നാൽ അവരെ സഹായിക്കാൻ വേണ്ടി ജില്ലാ കമ്മിറ്റി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണിത്. 2023 ഡിസംബറിൽ ആരംഭിച്ചപ്പോൾ ഇത് ഒരാൾ മരണപ്പെട്ടാൽ കിട്ടുന്നത് 5 ലക്ഷം രൂപയായിരുന്നു. അതിപ്പോൾ കഴിഞ്ഞ 25 ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ 6,50,000 രൂപ 30 ദിവസത്തിനകം ആള് മരണപ്പെട്ടാൽ കൊടുക്കും. അംഗമായിട്ടുള്ള ആള് ഇതുവരെ 24 പേർ മരിച്ചിട്ടുണ്ട്. ഈ മരണാനന്തര സഹായം കൂടാതെ ഗുരുതര രോഗങ്ങൾ ബാധിച്ച ആളുകൾക്ക് 50,000 രൂപ സൗജന്യമായി കൊടുക്കുന്നതാണ്. 50,000 രൂപ. ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ, ഗുരുതരമായ ആക്സിഡന്റിൽപ്പെട്ടാൽ 50,000 രൂപ. നാച്ചുറൽ കലാമിറ്റി, ആ ഇൻഷുർ ചെയ്തിരിക്കുന്ന ആ കുടുംബത്തിന് അല്ലെങ്കിൽ ആ വ്യാപാര സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റി ഉണ്ടായാൽ 50,000 രൂപ. അതുകൂടാതെ കട്ടപ്പനയിലെ സെന്റ് ജോൺസ് ആശുപത്രി, കോട്ടയം കാരിത്താസ്, അതുപോലെ MMG ഹോസ്പിറ്റൽ മുണ്ടക്കയം, സ്മിത ഹോസ്പിറ്റൽ തൊടുപുഴ എന്നീ ഹോസ്പിറ്റലുകളുമായിട്ട് ഈ കാരുണ്യ സുരക്ഷാ പദ്ധതി ലിങ്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പ്രവേശനം ലഭിച്ച് അവിടെ ചികിത്സിക്കുന്നവർക്ക് 10% മുതൽ 15% വരെ ഇളവ് ലഭിക്കും ചികിത്സാ പദ്ധതികൾക്ക്. വാർഷിക യോഗത്തിൽ MG യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ റാങ്ക് ജേതാവായ നൂബ അനൂപിനെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും അനുമോദിക്കും. അംഗങ്ങളായിട്ടുള്ള 90 വയസ്സ് കഴിഞ്ഞവരെ ആദരിക്കും. കൂടുതൽ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളും വിശദീകരണങ്ങളും നടക്കും. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ്, MK തോമസ്, ഷിജോ തടത്തിൽ, ജോഷി കുട്ടട, KP ബഷീർ, സാജു പട്ടൻമടം, മുംതാസ് ഇബ്രാഹിം, ഷിയാസ് AK, സിജോമോൻ ജോസ് എന്നിവർ സംസാരിക്കുമെന്നും നേതാക്കളായ സാജൻ ജോർജ്, ജോഷി കുട്ടട, സിജോമോൻ ജോസ്, KP ബഷീർ, MK തോമസ്, സാജു പട്ടരുമടം, ബൈജു എബ്രഹാം, രമണൻ പടനയിൽ എന്നിവർ പറഞ്ഞു. 28 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PA സബീർ മുഹമ്മദിന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 28 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PM സബീർ മുഹമ്മദിനാണ് യാത്രയയപ്പ് നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം 4 വർഷക്കാലം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വീഡിയോ ആയിട്ട് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാ കാര്യങ്ങളിലും മുൻകൈയെടുത്ത് പ്രവർത്തിച്ച് നടന്ന വീഡിയോ സെക്രട്ടറി ഇന്ന് എൻ്റെ ഒരു അറിവ് വെച്ച് 28 വർഷങ്ങൾക്ക് മുൻപ് BO ആയിട്ട് ഒരു ഗവൺമെന്റ് സർവീസിൽ പ്രവേശിച്ച് ഇന്ന് വീഡിയോ ആയി റിട്ടയർഡ് ചെയ്യുമ്പോൾ സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ സന്തോഷമുള്ള ഒരു റിട്ടയർമെന്റ് ആണ്. അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം വെച്ച് നോക്കിയാൽ അദ്ദേഹത്തിന്റെ പിതാവ് വീഡിയോ ആയിട്ടാണ് റിട്ടയർമെന്റ് ചെയ്തത്. അമ്മ കോടതിയിൽ ജീവനക്കാരി, കുടുംബമാണെങ്കിലും ടീച്ചർ, സ്കൂൾ അധ്യാപികയാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഗവൺമെന്റ് ജീവനക്കാരുമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് സാറിന്റെ ജീവിതത്തിൽ ഉണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായി സിബിച്ചൻ തോമസ്, ഡിറ്റാച്ച് ജോസഫ്, ബിനോയ് വർക്കി, ഉഷ മോഹൻ, ഡോളി സുനിൽ, സാന്ദ്രമോൾ ജിന്നി, റിൻഡാമോൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. നീണ്ട 41 വർഷത്തെ സേവനത്തിന് ശേഷം തപാൽ വകുപ്പിൽ നിന്നും വിരമിക്കുന്ന കട്ടപ്പന ഹെഡ് പോസ്റ്റ് മാസ്റ്റർ VK രാജുവിന് ജീവനക്കാർ യാത്രയയപ്പ് നൽകി. കട്ടപ്പന പോസ്റ്റൽ സബ് ഡിവിഷൻ ഇൻസ്പെക്ടർ അരുൺ P ആന്റണി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിൽ സബ് പോസ്റ്റ് മാസ്റ്ററായി VK രാജു സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. യാത്രയയപ്പ് സമ്മേളനത്തിൽ കട്ടപ്പന അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ CGS അധ്യക്ഷനായിരുന്നു. കട്ടപ്പന പോസ്റ്റൽ സബ് ഡിവിഷൻ ഇൻസ്പെക്ടർ അരുൺ P ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കെല്ലാവർക്കും, അതായത് ഇപ്പോൾ ഇരിക്കുന്ന യങ്സ്റ്റേഴ്സിന് മെയിനായിട്ട് നോക്കിക്കാണാൻ പറ്റുന്ന ഒരു സർവീസ് ഹിസ്റ്ററി ഉള്ള ഒരു മാന്യ അദ്ദേഹമാണ് നമ്മുടെ രാജു സാർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ GDS ആയിട്ട് കയറിയിട്ട് തോമസ് സാറ് പറഞ്ഞ പോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റിന്റെ ഗ്രാസ് ലെവലിലുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റിൽ നിന്ന് സാറ് കയറി കഴിഞ്ഞ് പോസ്റ്റ്മാൻ ആകുകയും പിന്നെ പോസ്റ്റ് അസിസ്റ്റന്റ് ആകുകയും കട്ടപ്പന പോലെയുള്ള HOയുടെ പോസ്റ്റ് മാസ്റ്ററായിട്ട് വിരമിക്കുകയും ചെയ്ത
ആ ഒരു സർവീസ് ഹിസ്റ്ററി ഒരു ഹൈ ഗ്രാഫ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നു. സമ്മേളനത്തിൽ വെച്ച VK രാജുവിന് ജീവനക്കാർ ഉപഹാരങ്ങൾ കൈമാറി. ഡെപ്യൂട്ടി പോസ്റ്റ് മാസ്റ്റർ തോമസ് ജോൺ, മുൻ പോസ്റ്റ് മാസ്റ്റർമാരായ സുനിൽ ജി, TD ജോസ്, പീരുമേട് സബ് ഡിവിഷൻ പോസ്റ്റൽ ഇൻസ്പെക്ടർ ജയപ്രസാദ്, ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് മാനേജർ അരവിന്ദ് എന്നിവർ സംസാരിച്ചു. സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അയ്യപ്പൻകോവിൽ മേരികുളം സെന്റ് മേരീസ് UP സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോസഫ് മാത്യുവിന് യാത്രയയപ്പ് നൽകി. സ്കൂളിന്റെ വികസനത്തിനും വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനും മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് ഹെഡ് മാസ്റ്റർ എന്ന രീതിയിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. മേരികുളം സെന്റ് മേരീസ് UP സ്കൂളിൽ 2018 പ്രധാന അധ്യാപകനായി ജോസഫ് മാത്യു നിയമിതനായത്. തുടർന്ന് സ്കൂളിന്റെ പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികച്ച രീതിയിലുള്ള പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെച്ചു. വിദ്യാർത്ഥികളിൽ മികച്ച രീതിയിലുള്ള സർഗാത്മക വാസനകൾ വളർത്തുന്നതിനും കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മികച്ച പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായിരുന്ന ജോസഫ് മാത്യു സാറ് ഇന്നേ ദിവസം സ്കൂളിൻ്റെ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. സാറ് കഴിഞ്ഞ 7 വർഷക്കാലമായി UP സ്കൂളിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്താൻ വളരെയധികം ശ്രമം നടത്തി. ഈ ശ്രമങ്ങളിൽ സാറ് ഭൂരിഭാഗം ശ്രമങ്ങളും സാറിന് വിജയിക്കുകയുണ്ടായി. എന്ന് വെച്ചാൽ സ്കൂളിൻ്റെ ഭൗതികമായ വളരെയധികം നേട്ടങ്ങൾ, സ്കൂളിൻ്റെ മുറ്റം കോൺക്രീറ്റ് ചെയ്യാനും മറ്റ് മോടി പിടിപ്പിക്കലും, പിന്നെ ജൈവ വൈദ്യുതി ഗാർഡനും, ടോയ്ലറ്റ് കോംപ്ലക്സ്, പാചകപ്പുര, പിന്നെ ക്ലാസ് റൂമുകൾ, ഇങ്ങനെയുള്ള വളരെയധികം നേട്ടങ്ങൾ സാറിന് ഇവിടെ ഭൗതികമായി സ്കൂളിന് ചെയ്യുവാൻ സാധിച്ചു. അതോടൊപ്പം സ്കൂളിലെ കുട്ടികളുടെ ബുദ്ധിപരമായ വളർച്ചയ്ക്കും സ്കൂളിലെ കുട്ടികൾ വളരെയധികം മികമാർന്ന നേട്ടങ്ങൾ ഈ അവസരത്തിൽ കൈവരിക്കാനും സാറിൻ്റെ നേതൃത്വത്തിൽ സാധിക്കുകയുണ്ടായി. സ്കൂളിനെ മികച്ച രീതിയിൽ മുന്നോട്ട് നയിക്കാൻ തന്നാൽ ആവും വിധമുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതായി ജോസഫ് മാത്യു പറഞ്ഞു. എല്ലാവരും ഒത്തുചേർന്ന് നമ്മൾ സഹകരിച്ചുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചത്. അധ്യാപകർ എല്ലാവരും നല്ല സ്കൂളായി കാഞ്ഞിരപ്പള്ളി ഒരു ഏറ്റവും ബെസ്റ്റ് സ്കൂളായിട്ട് നമ്മുടെ സ്കൂൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ കട്ടപ്പന വിദ്യാഭ്യാസ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുള്ള സ്കൂളിനുള്ള അവാർഡും നമ്മുടെ സ്കൂൾ നേടിയെടുത്തിട്ടുണ്ട്. കുട്ടികളാണ് ഇവിടുത്തെ നാട്ടുകാരെല്ലാം, നല്ല നാട്ടുകാരുടെ എല്ലാ സഹകരണങ്ങളും ഇവിടുത്തെ കച്ചവടക്കാരും ടാക്സി ഡ്രൈവർമാരെ ഇവിടുമായിട്ട് ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരും നല്ല സഹകരണം നിന്നുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം നമുക്ക് ചെയ്യുവാൻ സാധിച്ച. എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇന്ന് പടിയിറങ്ങുകയാണ്. യാത്രയപ്പ് സമ്മേളനത്തിന്റെ ഭാഗമായി സഹപ്രവർത്തകർ ഉപഹാരങ്ങളും കൈമാറി. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. പെരിയാർ ടൈഗർ റിസർവിലെ വഞ്ചിവയൽ ആദിവാസി ഗ്രാമത്തിൽ ഇന്ദിരാജീവൻ ഫോറസ്റ്റ് EDCയുമായി സഹകരിച്ച് പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഇന്ദിരാജീവൻ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷനാണ് പഠനോപകരണ വിതരണം നടത്തിയത്. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഇന്ദിരാജീവൻ ചെയർമാനും KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അസ്ലം ഓലിക്കൽ അധ്യക്ഷത വഹിച്ചു. വനംവകുപ്പിന്റെ ലിസ്റ്റ് അനുസരിച്ചുള്ള മുഴുവൻ കുട്ടികൾക്കും സ്കൂൾ ബാഗ് ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കേരള യൂത്ത് ഫ്രണ്ട് ജേക്കബ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് സാജൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകൾ തുറക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ ഒരുക്കുക എന്ന കടമ കേരള യൂത്ത് ഫ്രണ്ട് ജേക്കബ് നാളുകളായി ചെയ്തു വരുന്നതാണ്. കേരളത്തിലെ എല്ലാ ജില്ലയിലും പരിപാടി നടപ്പിലാക്കുന്നു. നോട്ട്ബുക്കുകൾ, കുട, ബാഗ് തുടങ്ങിയ സാമഗ്രികളാണ് വിതരണം ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പഠനോപകരണ വിതരണ പരിപാടി സംഘടിപ്പിച്ചു. അറിവിന്റെ വിസ്ഫോടനം നടക്കുന്ന നാളുകളിലൂടെയാണ് നാം ഇന്ന് കടന്നുപോകുന്നത്. എന്നാൽ മനുഷ്യത്വം എക്കാലവും എല്ലാ മേഖലയിലും കൂടിയേ തീരൂ. ഓരോ വിദ്യാർത്ഥികളും പഠനരംഗത്തെ കൂടുതൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള യൂത്ത് ഫ്രണ്ട് ജേക്കബ് സംസ്ഥാന പ്രസിഡന്റ് സാജൻ ജോസഫ് പറഞ്ഞു. നമ്മൾ സാധാരണക്കാർ ഇടത്തരം ആളുകളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്, അവരുടെ പ്രശ്നങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ആ കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെതായ സ്ഥാനമുണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. കുട്ടികൾ വന്നു. ഇപ്പൊ നമുക്കറിയാലോ, കുട്ടികളെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നത് ഒന്ന് കേൾക്കാം. നമ്മള് ഇങ്ങനെ പറയും, നമുക്ക് നമ്മുടെ ഭാവിയെ കുറിച്ച് 1 വർഷമാണ് നമ്മുടെ ഭാവിയെ കുറിച്ച് നമ്മുടെ ചിന്തയെങ്കിൽ നമ്മളൊരു നെൽക്കതിർ നട്ടാൽ മതി എന്നാണ്. നമ്മുടെ ഭാവിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന 10 വർഷത്തേക്കാണെങ്കിൽ നമ്മളൊരു വൃക്ഷം നടാം എന്ന് പറയും. പക്ഷെ നമ്മുടെ ഭാവിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന 100 വർഷത്തേക്കാണെങ്കിൽ നമ്മൾ നല്ല വിദ്യാഭ്യാസം കരസ്ഥമാക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അറിവ് സമ്പാദിക്കണം. ഇപ്പൊ നമുക്കൊരു അറിവിന്റെ വിസ്ഫോടനം നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കൊരു AI മറ്റ് നമ്മളെ വളരെയധികം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിർമ്മിത ബുദ്ധി, ആ നിർമ്മിച്ച ബുദ്ധിനേക്കാളും വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. പരിപാടിയോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ നിരവധി ആളുകൾ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് കടന്നുവന്നു. ജില്ലാ പ്രസിഡന്റ് ബിനു പെരുമന അധ്യക്ഷനായി. പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ്
സാം ജോർജ്, കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് ടോമി പുളിമുട്ടിൽ, ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് സിബിച്ചൻ മനക്കൽ എന്നിവർ സംസാരിച്ചു. കട്ടപ്പന വള്ളക്കടവ് പബ്ലിക് ലൈബ്രറിയുടെ ഭാഗമായ അക്ഷര ബാലവേദി അംഗം റാൻലി രാജൻ കൃഷി ചെയ്ത കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിളവെടുപ്പ് നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി ഉദ്ഘാടനം ചെയ്തു. മുറ്റത്ത് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി വീട്ടുമുറ്റത്ത് കൃഷി ചെയ്ത വെളുത്തുള്ളി, കാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട്, പയർ, ചീര തുടങ്ങിയവയിലാണ് 10ാം ക്ലാസ്സുകാരനായ റാൻലി രാജൻ 100 മേനി വിളവ് നേടിയിരിക്കുന്നത്. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ഒരു സന്തോഷകരമായ ദിവസമാണ്. കൃഷി എന്ന് പറഞ്ഞാൽ കൃഷിയിൽ നിന്ന് ആളുകൾ പിന്തിരിഞ്ഞു പോകുന്നൊരു കാലഘട്ടത്തിൽ ഇപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് ജസ്റ്റ് കയറിയതേ ഉള്ളൂ. ആ നമ്മുടെ ഒരു കുഞ്ഞനുജൻ ഇത്രയും മനോഹരമായി ഇവിടെ കൃഷി ചെയ്യുമ്പോൾ ആ കൃഷിയെ നമ്മൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മുടെ ഇവിടെ പങ്കെടുക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു മാതൃകയാണ്. ഇതുകൊണ്ട് വലിയ സ്ഥലത്തൊന്നുമല്ല ഇത് ചെയ്തേക്കുന്നത്. ഇവയൊക്കെ വളരെ അതിൻ്റേതായ രൂപത്തിൽ ഈ വലിയ മഴ നിന്നില്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ സീൻ ഇതൊന്നുമല്ല. ഇത് നല്ല പോലെ നിന്നേനെ. അപ്പോൾ അത്രയധികം ഈ രംഗത്ത് ഒരു അർപ്പണ മനോഭാവത്തോടു കൂടി ഈ കൃഷി രംഗത്ത് നിൽക്കുന്ന നമ്മുടെ ഏറ്റവും കൊച്ചനുജനെ ഞാൻ ലൈബ്രറിക്ക് വേണ്ടിയും മുനിസിപ്പൽ ഭരണസമിതിക്ക് വേണ്ടി ആത്മാർത്ഥമായി അനുമോദിക്കുന്നു. നഗരസഭാ കൗൺസിലർ സജിമോൾ ഷാജി വിള ഏറ്റുവാങ്ങി. വിളവെടുപ്പ് ഉത്സവത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് കൃഷി ഓഫീസർ ആഗ്നസ് ജോസ് പച്ചക്കറി വിത്തും ബാഗും സൗജന്യമായി നൽകി. CR മുരളി, CJ ബാബു, EM മാത്യു, സജി കോലോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഉപ്പുതറ കോട്ടേഴ്സ് പടി അംഗൻവാടിയിൽ കുരുന്നുകളുടെ യാത്രയയപ്പും പ്രവേശനോത്സവവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറ പഞ്ചായത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടികളിലൊന്നാണ് കോട്ടേഴ്സ്പടി അങ്കണവാടി. അങ്കണവാടിയിലെ കുരുന്നുകൾക്കുള്ള യാത്രയപ്പും പ്രവേശനോത്സവവുമാണ് സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ 2024-25 അധ്യയന വർഷം അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രിയ മക്കളെല്ലാവരും പുതിയ ഒരു അധ്യയന വർഷത്തിലോട്ട് കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലോട്ട് ഇവിടുന്ന് കടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സമീപത്തായിട്ടുള്ള നമ്മുടെ YMHP സ്കൂളുണ്ട്, നമ്മുടെ ഇതര സ്കൂളുകളൊക്കെ നമുക്ക് അടുത്തുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുവാൻ തക്കവണ്ണമുള്ള ഒട്ടനവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പരിചയസമ്പന്നരായിരിക്കുന്ന അധ്യാപകരും PTA ഒക്കെ ഉള്ള ഏറ്റവും നല്ല മികച്ചതായ സ്കൂളുകളാണ് നമുക്കുള്ളത്. നമുക്കറിയാം, നമ്മുടെ സമീപത്തുള്ള സ്കൂളുകളെല്ലാം തന്നെ ഈ കഴിഞ്ഞ അധ്യയന വർഷം 100% വിജയം അവിടെ കരസ്ഥമാക്കിയിരിക്കുകയാണ്. അങ്കണവാടി അധ്യാപിക ദീപമോൾ CR, ഹെൽപ്പർ ലിസിയമ്മ TD തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കോൺക്രീറ്റ് പാലം പൊളിച്ച ശേഷം സാങ്കേതിക തടസ്സങ്ങളാൽ പുതിയ പാലം പണി മുടങ്ങിയതോടെ നാട്ടുകാർ സ്ഥാപിച്ച നടപ്പാലം കാലവർഷത്തിൽ ഒലിച്ചുപോയി. കാഞ്ചിയാർ കക്കാട്ടുകട തൊവരയാർ റൂട്ടിലെ കുഴിയോടിപ്പടി പാലമാണ് ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയത്. ഇതോടെ 100ഓളം കുടുംബങ്ങൾ ദുരിതത്തിലായി. കോൺക്രീറ്റ് പാലം പൊളിച്ച ശേഷം സാങ്കേതിക തടസ്സങ്ങളാൽ പുതിയ പാലം പണി മുടങ്ങിയതോടെ നാട്ടുകാർ സ്ഥാപിച്ച നടപ്പാലമാണ് കാലവർഷത്തിൽ ഒലിച്ചുപോയത്. മുൻപ് ഇവിടെയുണ്ടായിരുന്ന പാലം 2.5 വർഷം മുൻപാണ് പൊളിച്ചു നീക്കിയത്. MLA ഇടപെട്ട മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ പാലം നിർമ്മിക്കാനായി അനുവദിച്ചിരുന്നു. മണ്ണ് പരിശോധന നടത്തിയപ്പോൾ നിശ്ചിത താഴ്ചയിൽ പാറയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കൂടുതൽ ഫണ്ട് ആവശ്യമായി വന്നു. ഇതോടെ ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലമ്പറമ്പിൽ 13 ലക്ഷം രൂപ കൂടി ലഭ്യമാക്കി. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാർ നൽകിയതോടെയാണ് പാലം പൊളിച്ചത്. അടിത്തട്ടിലെ പണികൾക്കായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ജോലികൾ ആരംഭിച്ചപ്പോഴാണ് മുൻപ് പാറയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നതിനേക്കാൾ 5.5 അടി കൂടി താഴെയാണ് പാറയെന്ന് വ്യക്തമായത്. ഇതോടെ 74 ലക്ഷം രൂപയായി എസ്റ്റിമേറ്റ് പുതുക്കി. അവശേഷിക്കുന്ന തുക ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വകയിരുത്തിയെങ്കിലും പണികൾ ആരംഭിക്കുന്നതിന് മുൻപ് ഡിസൈനിൽ വീണ്ടും മാറ്റം വേണമെന്ന് ഉദ്യോഗസ്ഥർ നിലപാടെടുത്തു. ഡിസൈൻ വീണ്ടും മാറ്റിയതോടെ എസ്റ്റിമേറ്റ് തുക 1 കോടിയായി ഉയർന്നു. 35 ലക്ഷം രൂപ ഉപയോഗിച്ച് ഇരുവശങ്ങളിലും അടിത്തറയും തൂണുകളുടെ കുറച്ചു ഭാഗവും നിർമ്മിച്ചെങ്കിലും അവശേഷിക്കുന്ന പണികൾക്ക് ഫണ്ടില്ലാത്ത സ്ഥിതിയിൽ ജോലികൾ മുടങ്ങുകയായിരുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലമ്പറമ്പിൽ പറഞ്ഞു. ഈ പ്രദേശത്തെ നാട്ടുകാരും ജനപ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെല്ലാം പലപ്പോഴായി മന്ത്രിയെ നേരിട്ട് കണ്ട് ഇതിൻ്റെ ബാക്കി ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്.
പലതവണ അദ്ദേഹം ഈ പാലം പണിയുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിക്കാം എന്ന് ഈ പ്രദേശവാസികൾക്ക് പൂർണ്ണമായി ഉറപ്പും നൽകിയിട്ടുള്ളതാണ്. പക്ഷേ 2-2.5 വർഷക്കാലമായിട്ട് ഈ പാലം പണി അതിൻ്റെ 35 ലക്ഷം രൂപയുടെ പണി മാത്രമാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ ഫൗണ്ടേഷൻ ഇട്ടതല്ലാതെ മേലിലേക്കുള്ളൊരു പാലത്തിൻ്റെ നിർമ്മാണം നടത്തിയിട്ടില്ല. അപ്പം ഈ നാട്ടിലെ ജനങ്ങൾ ഇവിടെ ഒരു ആശുപത്രി കേസുണ്ടായാലും എല്ലാം കിലോമീറ്ററുകൾ കൂടുതൽ സഞ്ചരിച്ചാണ് യാത്ര ചെയ്യുന്നത്. അതുപോലെ തന്നെ താൽക്കാലികമായി നടന്നു പോകാൻ തക്ക ഒരു പാലം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ മഴക്കാലത്ത് 2 തവണ നിർമ്മിച്ചു, 2 തവണയും തകർന്ന് പോയ ഒരു സ്ഥിതിയും കൂടെയുണ്ട്. എന്തായാലും അടിയന്തരമായിട്ട് മന്ത്രി ഇടപെട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിക്കണം. പാലം പൊളിച്ച ശേഷം സഞ്ചരിക്കാൻ മറ്റു മാർഗങ്ങൾ ഇല്ലാതെ വന്നതോടെ നാട്ടുകാർ താൽക്കാലിക നടപ്പാലം സ്ഥാപിച്ചു. ഇതാണ് കാലവർഷത്തിൽ ഒലിച്ചുപോയതെന്ന് നാട്ടുകാർ പറഞ്ഞു. വാക്കാൽ പലതവണ വന്ന് പറയുകയും ഞാൻ എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. മുരിക്കാട്ടുകുടി ഡ്രൈവർ സ്കൂളിൽ വെച്ച് അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, താൻ എന്നത്തിനാണ് വ്യാകുലപ്പെടുന്നത്, ഞാനല്ലേ പറഞ്ഞത് പാലം തീർത്ത് തന്നേക്കെന്ന് പറയുകയും ചെയ്താണ്. ഇത്രയും കാലമായിട്ട് ഇപ്പം ഞങ്ങൾ ഒരു തടിപ്പാലം അവിടെ ഇട്ടേക്കുന്നത്. ആ തടിപ്പാലത്തെ കൂടെ ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടാണ്. പള്ളിയിൽ പോകാനോ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഒരു വഴിയില്ല ഞങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടി. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ പാലത്തിൻ്റെ ബാക്കിയുള്ള പണികൾ അതിനുള്ള ഫണ്ടിടുകയും അടിയന്തരമായിട്ട് ഈ പണി ഞങ്ങൾക്ക് തീർത്തു തന്ന് ഞങ്ങളെ ഈ നാട്ടിലുള്ളവരെ, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ ഈ ഉരുളുപൊട്ടിയും വെള്ളത്താലും ഞങ്ങളെല്ലാം നശിച്ചു പോകും. ഞങ്ങൾക്ക് എന്നത്തിന് 1 കോടി രൂപയുടെ പാലം ഈ 35 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ പാലവും തീർന്നേനെ. അതിപ്പം കല്ല് കിട്ടിയ പാറ കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കുഴി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കിയുള്ള പൈസ മൊത്തം അതിൻ്റെ അകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടേക്കുക. പിന്നെ ബാക്കി വന്നേക്കുന്നത് ഇതേ നിൽക്കുന്നു, ഈ പില്ലർ മാത്രമേ ഉള്ളൂ. അതുപോലെ ഞങ്ങൾക്ക് അടിയന്തരമായിട്ടൊരു പാലം ചെയ്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ കക്കാട്ടുകട റോഡ് ഉപരോധിക്കുന്ന അടക്കമുള്ള സമര പരിപാടികളിലേക്ക് ഞങ്ങൾ നീങ്ങും. വിട്ടുവീഴ്ചയില്ല, അക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. ആകെയുണ്ടായിരുന്ന നടപ്പാലവും തകർന്നതോടെ ഈ മേഖലയിലുള്ളവർ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഏലക്ക ലേല വിവരം. ആകെ ലോട്ട 208. വിൽപ്പനയ്ക്ക് വന്നത് 42,656. വിൽപ്പന നടന്നത് 40,146. കൂടിയ വില 2,967. ശരാശരി വില 2,361. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 655 രൂപ. ഏലം കൂടിയ വില 2,350. ഏലം ശരാശരി വില 2000. കാപ്പിപ്പരിപ്പ് 430. ഗ്രാമ്പു 780. കൊക്കോ 80. റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,920 രൂപ. വെള്ളി 110. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലവർഷത്തിൽ ജില്ലയിൽ ഇതുവരെ 148 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചതായി ജില്ലാ ഭരണകൂടം. 138 വീടുകൾ ഭാഗികമായും 10 വീടുകൾ പൂർണ്ണമായും തകർന്നു. കനത്ത മഴയിൽ ജില്ലയിൽ 5.48 കോടി രൂപയുടെ കൃഷിനാശം. 14 ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു. മലയോരത്ത് നിന്ന് കർഷകരെ ആട്ടിയിറക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ വനം വകുപ്പ് നടത്തുന്നതെന്ന് യൂത്ത് ഫ്രണ്ട് ജേക്കബ് സംസ്ഥാന പ്രസിഡന്റ് സാജൻ ജോസഫ്. LDF സർക്കാരിന്റെയും വനം വകുപ്പിന്റെയും കർഷകദ്രോഹ നടപടികൾക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കും. ഇടുക്കി ജില്ലയെ പരിപൂർണമായി അവഗണിക്കുന്ന സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരെന്ന് DCC വൈസ് പ്രസിഡന്റ് KS അരുൺകുമാർ. കോൺക്രീറ്റ് പാലം പൊളിച്ച ശേഷം സാങ്കേതിക തടസ്സങ്ങളാൽ പുതിയ പാലം പണി മുടങ്ങിയതോടെ നാട്ടുകാർ സ്ഥാപിച്ച നടപ്പാലം കാലവർഷത്തിൽ ഒലിച്ചുപോയി. ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയത് കാഞ്ചിയാർ കക്കാട്ടുകട തൊവരയാർ റൂട്ടിലെ കുഴിയോടിപ്പടി പാലം. ഇതോടെ 100ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. തകർത്തു പെയ്യുന്ന മഴയ്ക്കൊപ്പം കാട്ടുമൃഗങ്ങൾ കാടിറങ്ങുക കൂടി ചെയ്യുന്നതോടെ ആളുകളുടെ ജീവിതം കൂടുതൽ ദുസ്സഹം. മൂന്നാർ നല്ലതള്ളി
ITDയിൽ പകൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. അടിമാലി വാളറയിൽ ജനവാസ മേഖലയിൽ കാട്ടാനി ഇറങ്ങി കൃഷിനാശം വരുത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.